ഹായ്, ഇന്ന് നല്ല അടിപൊളി ഒരു പെരക്കുണ്ടാക്കിയാലോ. അപ്പം മാങ്ങ വച്ചിട്ടാണ് നമ്മളുടെ പെരക്കുണ്ടാക്കാൻ പോകുന്നത്. ഒരു മൂവാണ്ടൻ മാങ്ങയുണ്ടോ. ഇനി ഇവനെ തൊണ്ടെല്ലാം ചെത്ത് റെഡിയാക്കിയിട്ട് വന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്കങ്ങനെ മാങ്ങയുടെ ആദ്യം മൂടുഭാഗം ചെത്തി പിന്നെ തൊണ്ടെല്ലാം പയ്യെ പയ്യെ ഇങ്ങനെ ചെത്തി വരാട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈ മാങ്ങ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം അത് നമ്മുടെ മഴക്കാലത്തുള്ള മാങ്ങ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമെല്ലാം എന്തായാലും ചെത്തിക്കളയണം. അല്ലാത്ത ഭാഗത്തൊന്നും ചെത്തണം വേണ്ടെന്നല്ല. എന്നാലും നമ്മുടെ പെരക്കുണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ മാങ്ങയുടെ തോല് അവിടെ ഇവിടെയൊക്കെ കുറച്ചിരിക്കണം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ചെത്തണമെന്നില്ല, അവിടെ ഇവിടെയൊക്കെ ചെത്തി കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കേട് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ കളർ വ്യത്യാസം എന്ന് തോന്നുന്ന ഭാഗവും അല്ലാത്ത ഭാഗമായിട്ട് കുറച്ചൊക്കെ ചെത്തിയെടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഈ മാങ്ങാപ്പലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തോല അവിടെ ഇവിടെയൊക്കെ വയ്ക്കണമെന്ന്. അതുപോലെ തന്നെ മാങ്ങാപ്പലൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മുടെ എറണാകുളം സൈഡിലൊക്കെ കിച്ചടി ഉണ്ടാക്കും. മാങ്ങയുടെ കിച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതേമാതിരി തോലൊന്നും വയ്ക്കില്ല കേട്ടോ. തോല് ഫുള്ളായിട്ട് ചെത്തി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് മാങ്ങയുടെ കിച്ചടി ഉണ്ടാക്കുന്നത്. അത് പെരക്കുണ്ടാക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് ഒരുപാടെന്ന് പറഞ്ഞെങ്കിൽ അത്ര അധികമൊന്നുമില്ല, എന്നാലും നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ മാങ്ങ ഇങ്ങനെ ചെത്തിയിട്ടിട്ട് ഇതുപോലെ തന്നെ മുഴുവനും മാങ്ങയുടെ എല്ലാ ഭാഗത്തു നിന്നും 4 സൈഡിൽ നിന്ന് നമുക്ക് ചെത്തിയിടാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ പെരക്കുണ്ടാക്കാൻ നേരത്ത് ഒരു ചൊടിക്കൊരു മധുരമുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ അത്രയും മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ മോരിന് നല്ലോണം പുളി കുറഞ്ഞ മോരെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുളി മുന്നിട്ട് നിന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ പാകത്തിന് മോര് വേണം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ കിച്ചടിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ മാങ്ങ പഴുത്തത് എടുക്കില്ല കിച്ചടിക്ക്, പച്ച തന്നെ എടുക്കുകയുള്ളൂ. പക്ഷേ മോരിന് പുളി കുറഞ്ഞ മോരായിരിക്കും എടുക്കുക. അപ്പോൾ പെരക്കിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊടിക്ക് ചെനപ്പുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. എന്നിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ കിച്ചടിക്കാണെങ്കിൽ ഇതുപോലെ തന്നെയൊക്കെ അരിഞ്ഞെടുക്കണത് കേട്ടോ മാങ്ങ, വ്യത്യാസമൊന്നുമില്ല അതിൽ നിന്ന്. അപ്പോൾ അങ്ങനെ തോലെല്ലാം കളഞ്ഞ്, പക്ഷേ മുഴുവൻ തോല് കളയും നമ്മൾ പറഞ്ഞ പോലെ കിച്ചടിക്ക്. പെരക്കിനിട്ട് തോല് കളയേ ഇല്ല. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ ചെറുതായിട്ടൊക്കെ എല്ലാത്തിനും അരിഞ്ഞിട്ട് വരട്ടെ. പിന്നെ ഈ പെരക്കിനും നമ്മുടെ കിച്ചടിക്കും ഒരേ കൂട്ടുകളാണ് കേട്ടോ എല്ലാത്തിനും രണ്ടിനും ചേർക്കുന്നത്. അപ്പോൾ എന്താ ഈ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പെരക്കുണ്ടാക്കാൻ നിങ്ങൾ അറിയാത്തവർക്ക് അറിഞ്ഞെങ്കിലും അതോടൊപ്പം കിച്ചടി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ. എങ്ങനെയുണ്ട്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കൂട്ടാത്തിൽ നിന്ന് 2 കൂട്ടാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊക്കെ അരിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണിതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് വേണം, എരിവ് അധികം വേണ്ട ഇതിന്. പിന്നെ ഒരു മുറി തേങ്ങ, അല്ലെങ്കിൽ ഒരു വലിയ മുറിയൊക്കെ ആണെങ്കിൽ അരമുറി തേങ്ങ മതി. ഇതും നമ്മുടെ മാങ്ങയും കൂടെ നമ്മുടെ കുറച്ച് സാധനം കൂടെ ചേർക്കാനുള്ളത് വേറൊന്നുമല്ല, കുറച്ച് കടുകാണ് കേട്ടോ. അപ്പോൾ കടുക് ഇതിനും വേണം, കിച്ചടിക്കും വേണം. മുളക് ഇതിന് വേണം, അതുപോലെ തന്നെ മുളക് കിച്ചടിക്ക് വേണം. അതുപോലെ തന്നെ തേങ്ങ ഇതിന് വേണം, തേങ്ങ കിച്ചടിക്ക് വേണം. പിന്നെ മാങ്ങ ഇതിന് വേണം, മാങ്ങ കിച്ചടിക്ക് വേണം. അതുപോലെ തന്നെ മോര് ഇതിന് വേണം, കിച്ചടിക്ക് വേണം. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയല്ലേ. പക്ഷേ ചെറിയ വ്യത്യാസം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഈ മാങ്ങയും തേങ്ങയും കടുകും കൂടി ഇങ്ങോട്ട് അരച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയും തേങ്ങയും കടുകും കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ അത് ഇപ്പം ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാങ്ങയും തേങ്ങയൊന്നും നല്ല പോലെ, അതായത് വെണ്ണ പോലെയൊന്നും അരിഞ്ഞിട്ടില്ല. ഒരു ചെറിയ തരിയരിപ്പായിട്ട് മാങ്ങ കടിക്കാൻ പാകത്തിന് ചെറിയ പീസ് അവിടെ ഇവിടെയൊക്കെ കിടക്കാൻ പാകത്തിന്, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പെരക്കിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. ആ നേരത്ത് കിച്ചടിക്ക് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ വെണ്ണ പോലെ അരച്ചെടുക്കും തേങ്ങ. അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് ആണ് തേങ്ങ അരച്ചതിന് ശേഷം അതിലേക്ക് കടുക് മാത്രമല്ല, പച്ചമുളക് മാത്രമല്ല, കുറച്ച് കരിവേപ്പിലയും കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, ഇത്രയും സാധനം വ്യത്യാസമായിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് കിച്ചടിയിലേക്ക്. എന്നിട്ടാണ് കിച്ചടി അരച്ചെടുക്കുക. അപ്പം മാങ്ങ ലാസ്റ്റ് ഇടും കിച്ചടിക്ക് അരയ്ക്കുമ്പോൾ. തേങ്ങ നല്ലോണം അരിഞ്ഞതിന് ശേഷം മാങ്ങ ഇട്ടാൽ മാങ്ങയും നല്ലോണം തന്നെ ചതഞ്ഞ്, അതായത് കടിക്കാൻ കിട്ടാത്ത രീതിയിൽ തന്നെയാണ് അരച്ചെടുക്കുക. എന്നിട്ടാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ, രണ്ടിലും ഒരുപോലെ തന്നെയാണ് പിന്നത്തെ പോക്ക് പോകുന്നത്. ആവശ്യത്തിന് ഉപ്പ് പെരക്കിലിടും, അതേപോലെ തന്നെ നമ്മുടെ കിച്ചടിയിലും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഇതിലേക്കൊന്ന് നോക്കാം. ഇത് ഉപ്പൊന്ന് ഇട്ടിട്ട് ഇളക്കിയിട്ടൊക്കെ വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാൻ പറഞ്ഞില്ലേ, പുളി അധികം ഇല്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇത് തന്നെയാണ് നമ്മളുടെ കിച്ചടിയും ചെയ്യുന്നത്. കിച്ചടിയുടെ അരപ്പ് ഇതേമാതിരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ ആവശ്യത്തിന് തൈരും ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കണം.
അതിനുശേഷം പിന്നെ നമ്മൾക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ തന്നെ എന്താ രസമല്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കാനല്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒന്ന് കടുക് വറക്കണം നമുക്ക്. അപ്പോൾ കടുക് വറക്കാനായിട്ട് ഉള്ള പരിപാടിയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി കടുക് വറുത്തിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കണം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ പോരാ, അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ പിന്നെ വേണ്ട എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്, അല്ല ഇട്ട് കൊടുക്കാം നമുക്ക്. ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ അല്ലേ, വെള്ളം ഒക്കെയാണ് ഒഴിച്ചു കൊടുക്കുക. ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണം, ഇട്ട് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഒക്കെ തെറ്റിപ്പോകണമെന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞിട്ടാണോ എന്തോ. എന്തായാലും ഈ റെസിപ്പി രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് കടുക് വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പോൾ കടുകും കരിവേപ്പിലയും വറ്റൽമുളകുമാണ് നമ്മുടെ പെരക്കിൻ്റെ കടുക് വറക്കണ കൂട്ട്. പിന്നെ നമ്മളുടെ കിച്ചടി കടുക് വറക്കുമ്പോൾ ഒരു 2 തരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്തായാലും 2 കൂട്ടാനും അടിപൊളിയാണ്. 2 നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട അഭിപ്രായം അറിയിക്കുക.